എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ജനറൽ സ്പോട്ട് അഡ്മിഷൻ ഇന്ന് അവസാനിച്ചു. അപ്പോൾ ഇനിയും സീറ്റ് വേക്കൻസി ഉണ്ടാവുകയാണെങ്കിൽ സ്പോട്ട് അഡ്മിഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇനി സ്പോട്ട് അഡ്മിഷൻ വരികയാണെങ്കിൽ നിങ്ങളെ ആ ഒരു വിവരം അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് നിലവിൽ ഇതുവരെ നടന്നിട്ടുണ്ടായിരുന്ന, അതായത് കൊല്ലം, അതുപോലെ തന്നെ പത്തനംതിട്ട, ആലപ്പുഴ, അതുപോലെ തിരുവനന്തപുരം മേഖലകളിലായിട്ട് നടന്നിട്ടുണ്ടായിരുന്ന സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുത്ത് അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ ഓഗസ്റ്റ് 26, 20 തീയതികളിലാണ്. അതായത് നാളെയും മറ്റന്നാളുമായിട്ടാണ് ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്കുള്ള കോളേജ് ജോയിനിങ്. അതായത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജ് ഏതാണോ ആ ഒരു കോളേജിൽ അഡ്മിഷൻ നേടേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നാളെയും മറ്റന്നാളുമായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ നിലവിൽ വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു BA പ്രോഗ്രാമുകളിലേക്കാണ്. തിരുവനന്തപുരം സെക്ടറിൽ ഉണ്ടായിരുന്ന കോളേജുകളിലെ BA പ്രോഗ്രാമുകളിലേക്കായിരുന്നു ഇന്നത്തെ സ്പോട്ട് അഡ്മിഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു ആദ്യത്തെ സ്പോട്ട് അഡ്മിഷൻ അവസാനിച്ചു കഴിഞ്ഞു. ഇനി വീണ്ടും സീറ്റ് വേക്കൻസി ഉണ്ടാവുകയാണെങ്കിൽ വീണ്ടും സ്പോട്ട് അഡ്മിഷനോ അതല്ലെങ്കിൽ കോളേജ് തലത്തിലുള്ള സ്പോട്ട് അഡ്മിഷനോ ആയിരിക്കും ഉണ്ടാവുക. ഇത് നിലവിൽ യൂണിവേഴ്സിറ്റി നടത്തിയിട്ടുണ്ടായിരുന്ന സ്പോട്ട് അഡ്മിഷനാണ്. ഇനിയും സീറ്റ് വേക്കൻസി വരുന്ന സാഹചര്യത്തിൽ ചിലപ്പോൾ കോളേജ് നേരിട്ടായിരിക്കും സ്പോട്ട് അഡ്മിഷൻ നടത്താനുള്ള ഒരു സാധ്യത കാണുന്നത്. അതല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി തന്നെ സ്പോട്ട് അഡ്മിഷൻ നടത്താനുള്ള ഒരു സാധ്യതയുമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ അഡ്മിഷൻ എന്നുള്ള ഡീറ്റെയിൽസ് നിങ്ങളെ ഉടൻ തന്നെ അറിയിക്കുന്നതായിരിക്കും. വിദ്യാർത്ഥികൾക്ക് ഇതുവരെ നടന്നിട്ടുണ്ടായിരുന്ന ഈ ഒരു ജനറൽ സ്പോട്ട് അഡ്മിഷനിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ നാളെയും മറ്റന്നാളുമായിട്ടാണ്. അത് ഓഗസ്റ്റ് 26, 27 തീയതികളായിട്ടാണ് നടക്കുക. വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള കോഴ്സ് ഏതാണ്, കോളേജ് ഏതാണ്, അതനുസരിച്ച് നിങ്ങൾ നാളെയും മറ്റന്നാളുമായിട്ട് ഈ ഒരു 2 ദിവസത്തിനുള്ളിൽ പോയിട്ട് അഡ്മിഷൻ നേടുക. അഡ്മിഷൻ നേടാനായിട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജ് ഏതാണോ ആ ഒരു കോളേജിൽ കോൺടാക്ട് ചെയ്ത് ഫീ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള കോളേജ് എന്ന് പറയുന്നത് ഗവൺമെൻറ് കോളേജ് ആണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 5000 രൂപ മാത്രമായി, ആ ഒരു റേഞ്ചിൽ മാത്രമേ ഫീസ് വരുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു എയ്ഡഡ് കോളേജുകൾ ആണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ ഒരു 7000 രൂപയാണ് ഫീസ് വരിക. അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജ് ആണെങ്കിൽ ഏകദേശം നിങ്ങൾക്ക് കിട്ടിയ കോഴ്സ് ഏതാണോ അതിനനുസരിച്ച് ഒരു പൈസ വരും. അത് എത്രയാണ് എന്നുള്ള കാര്യം പറയുന്നില്ല, കാരണം ഓരോ കോഴ്സ് അനുസരിച്ച് ആണ് ഫീസ് വരിക. നിങ്ങൾക്കിപ്പോൾ BCA കോഴ്സൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു 30,000 ആ ഒരു റേഞ്ചൊക്കെയാണ് വരിക. ഈ ഒരു സെൽഫ് ഫിനാൻസിൻ്റെ കോളേജ് ആണെങ്കിൽ. അതേസമയം മറ്റ് BCom ഒക്കെ ആണെങ്കിൽ ഏകദേശം ഒരു 10,000 ആ ഒരു റേഞ്ചിലൊക്കെയാണ് ഫീസ് വരുന്നത്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് കോളേജിൽ തന്നെ ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൽ പോയിട്ട് വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടുക എന്നുള്ളതാണ്. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നിങ്ങൾക്ക് അഡ്മിഷനായിട്ട് പോകുമ്പോൾ എന്തൊക്കെയാണ് എടുക്കേണ്ടത് എന്നുള്ളത്. അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത് വിദ്യാർത്ഥികൾ എടുക്കേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്, ഒന്നാമത്തേത് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ് ആണ്, രണ്ടാമത്തേത് +2ൻ്റെ സർട്ടിഫിക്കറ്റ് ആണ്, മൂന്നാമത്തേത് TC, പിന്നീട് സ്വഭാവ സർട്ടിഫിക്കറ്റ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വല്ല ബോണസ് പോയിൻറ്റോ അല്ലെങ്കിൽ ടൈ ബ്രേക്കോ അങ്ങനെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റുകൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റിസർവേഷൻ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ ആ ഒരു ഡോക്യുമെൻറ്റ്സും എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾ അതായത് SC/ST വിഭാഗം വിദ്യാർത്ഥികളാണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ അതായത് EWS വിഭാഗം വിദ്യാർത്ഥികളാണെങ്കിൽ EWS സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ബാക്കിയുള്ള SC/BC വിഭാഗം വിദ്യാർത്ഥികളാണെങ്കിൽ നോൺ ഫെമിലിയർ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ഇൻകം സർട്ടിഫിക്കറ്റ് ഉള്ള വിദ്യാർത്ഥികൾ ഇൻകം സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വേറെ എന്തെങ്കിലും റിസർവേഷൻസ് ഉണ്ടെങ്കിൽ അത്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയപ്പോൾ നിങ്ങൾക്കൊരു റെസിപ്റ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടാകും അത്, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മുൻപായിട്ട് നിങ്ങൾ അപ്ലിക്കേഷൻ സമർപ്പിച്ചപ്പോൾ നിങ്ങൾ അപ്ലിക്കേഷൻ സമർപ്പിച്ചതല്ല, ആ ഒരു അപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട്, അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയപ്പോൾ നിങ്ങൾ അടച്ച യൂണിവേഴ്സിറ്റി ഫീ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ റെസിപ്റ്റ്, അതുപോലെ തന്നെ ഇത്രയുമാണ് നിങ്ങൾ എടുക്കേണ്ടത്. അതുപോലെ തന്നെ ഈ ഒരു ഫീസ് അതായത് കോളേജിൽ അടക്കേണ്ട, അഡ്മിഷൻ ടൈമിൽ അടക്കേണ്ട PTA ഫണ്ട്, അതുപോലെ തന്നെ കോളേജിൽ അടക്കേണ്ട ആ ഒരു കോഴ്സ് ഫീസ് എന്നിവ സഹിതം എടുത്തിട്ട് വേണം ഈ ഒരു അഡ്മിഷനായിട്ട് പോകാനായിട്ട്. അപ്പോൾ നാളെ മുതൽ, അതായത് ഓഗസ്റ്റ് 26 മുതൽ 27 തീയതി വൈകുന്നേരം 4 മണി വരെയാണ് അഡ്മിഷൻ ഉണ്ടാവുക. അപ്പോൾ വിദ്യാർത്ഥികൾ കറക്റ്റായിട്ട് നാളെയും മറ്റന്നാളുമായിട്ട് തന്നെ പോയിട്ട് അഡ്മിഷൻ നേടുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.